ഇക്കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് രഹസ്യാന്വേഷണ വിഭാഗം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ഞെട്ടിക്കുന്ന റിപ്പോർട്ടായിരുന്നു അത്. പലപ്പോഴായി സ്വഭാവദൂഷ്യവും അല്ലെങ്കിൽ കുറ്റകൃത്യവാസനയൊക്കെ കണ്ടെത്തി പോലീസിൻ്റെ തലപ്പത്ത് നിന്ന് ഉത്തരവ് വന്ന പോലീസ് സേനയിൽ നിന്നും പുറത്താക്കപ്പെട്ട 15 പേർ, SP റാങ്കിൽ ഉള്ള ഉദ്യോഗസ്ഥനടക്കമുള്ള 15 പേർ, ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും ആ ടീമിലുണ്ട്. ഈ 15 പേർ പോലീസിനുള്ളിലെ പുഴുക്കുത്തുകൾ എന്ന് PV അൻവർ ആരോപിക്കുന്ന പലർക്കുമെതിരെയുള്ള തെളിവുകൾ PV അൻവറിന് ലഭിക്കുന്നതിന് ചരട് വലിച്ചു. ഇവർ പല ദിവസങ്ങളിൽ കൂടിക്കാഴ്ചകൾ നടത്തി, ഗൂഢാലോചന നടത്തി. PV അൻവറിന് ഈ രേഖകൾ ലഭ്യമാക്കിയത് ഈ ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടിയാണ്. ഈ ഉദ്യോഗസ്ഥരുടെ പങ്ക് ഇതിലുണ്ട്. PV അൻവർ മാത്രമല്ല, യൂത്ത് ലീഗിൻ്റെ നേതാവായ PK ഫിറോസിനും ഇതിൽ പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ശരിയായിരിക്കണം. കാരണം നമ്മൾ മുമ്പൊരു വാർത്തയിൽ പറഞ്ഞിരുന്നു, ചർച്ച ചെയ്തിരുന്നു. കാരണം പോലീസുകാർ ചോർത്താതെ ഈ വാർത്തകളൊന്നും അല്ലെങ്കിൽ ഈ സംഭവ പരമ്പരകളൊന്നും ഈ തെളിവുകളൊന്നും ഈ PV അൻവറിന് ലഭിക്കില്ല. പ്രത്യേകിച്ച് MR അജിത് കുമാറിൻ്റെ ഫ്ലാറ്റ് ഇടപാട്, കവടിയാർ കൊട്ടാരത്തിന് സമീപം വീട് വയ്ക്കുന്ന ഇടപാട്, ഇതൊക്കെ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ഉദ്യോഗസ്ഥർ ചോർത്തി നൽകിയാൽ മാത്രമേ PV അൻവറിന് ലഭിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ പോലീസിനുള്ളിൽ തന്നെ പുകയുന്ന, അതായത് സമ്മർദ്ദത്താൽ വലയുന്ന ഒരു വിഭാഗമുണ്ട്. അവർ പോലീസിനുള്ളിൽ അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരാൻ നിൽക്കുന്ന ജനകീയ നേതാവിന് തെളിവുകൾ എത്തിച്ചു കൊടുത്തു എന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ആ പോലീസുകാർക്കെതിരെയും PV അൻവറിനെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ CPMൻ്റെ ഒരു സമാന്തര അന്വേഷണം നടന്നു. പോലീസ് നടത്തിയത് PV അൻവറിന് ഈ രേഖകളൊക്കെ എങ്ങനെ കിട്ടിയെന്നാണ്. അതിൽ രഹസ്യാന്വേഷണ വിഭാഗം കൊടുത്ത റിപ്പോർട്ടിലെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി മറ്റൊരു പശ്ചാത്തലത്തിൽ CPMും ഇതുപോലൊരു അന്വേഷണം നടത്തി. കാരണം ഇത്രയധികം അണികൾ, മലപ്പുറത്തെ മുസ്ലിം സമുദായ അംഗങ്ങൾ മാത്രമല്ല, കേരളം എങ്ങുമുള്ള CPM അണികൾ PV അൻവറിനൊപ്പമാണ്, പിണറായി വിജയനൊപ്പമല്ല എന്ന് തെളിഞ്ഞതോടെ അന്വേഷിച്ചു. ഇതിൽ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? കാരണം ഇത്രയും ശക്തമായി PV അൻവർ ഉന്നയിക്കണമെങ്കിൽ PV അൻവറിന് വളരെ ശക്തനായ ഒരു നേതാവിൻ്റെ പിന്തുണ ഉണ്ടായിരിക്കണം. പ്രതിഭയൊക്കെ ആജീവനാന്ത പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും പ്രതിഭയൊന്നും അത്ര വലിയ പ്രമുഖ നേതാവെന്നോ കരുത്തയായ നട്ടലുള്ള ധീര വനിതയെന്നോ നമുക്ക് വിശേഷിപ്പിക്കാനാകില്ല. പക്ഷേ കരുത്തനായ ഒരു നേതാവ് ഇയാളെ സംരക്ഷിക്കുന്നുണ്ട്, ഇയാൾക്ക് സംരക്ഷകനായി ഉണ്ട്. അതുകൊണ്ടാണ് ഇയാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച ഫോണുകൾ പോലും അറ്റൻഡ് ചെയ്യാതെ 3 ദിവസം തുടർച്ചയായി വാർത്താ സമ്മേളനം നടത്തി 4-ാം ദിവസം മുഖ്യമന്ത്രിയെ കാണാൻ സ്വന്തം ഇഷ്ടപ്രകാരം പോയത്. അത്രമാത്രം ധൈര്യം PV അൻവർ കാണിക്കണമെങ്കിൽ ആരെങ്കിലും ഉണ്ടാകണം. അങ്ങനെ CPM ഹരിച്ചും ഗുണിച്ചും ഒളിച്ചുമൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തെ കിട്ടി. സംസ്ഥാന കമ്മിറ്റി അംഗത്തെ കിട്ടിയത് എങ്ങനെയാണ്? പാർട്ടിക്ക് ലഭിച്ച ഒരു കത്ത്, അതുപോലെ ചില ഫോട്ടോഗ്രാഫുകൾ, ഇതൊക്കെ പരിശോധിച്ചപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗം പല സ്ഥലങ്ങളിലും വെച്ച് പലരെയും കണ്ടിട്ടുണ്ട്. ഒന്നാമത് വിദേശത്ത് വച്ച്, ദുബായിൽ വച്ച് ഒരു കമ്പനിയിലെ ഉടമസ്ഥരുമായി ഈ സംസ്ഥാന കമ്മിറ്റി അംഗം അതിഭീകരമായ ചങ്ങാത്തത്തിൽ ഏർപ്പെടുന്നതായി CPM കണ്ടെത്തി. അവിടെ വെച്ച് കേക്ക് മുറിക്കുന്നു. പിന്നീട് ഇതേ കമ്പനിക്കാർ ഇടുക്കിയിൽ റിസോർട്ട് തുടങ്ങുമ്പോൾ ടൂറിസം മന്ത്രിയെ, അതായത് മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രിയെ ഉദ്ഘാടകനായി ലഭ്യമാക്കാനുള്ള ഇടപെടലുകൾ നടത്തുന്നു. ഒടുവിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി പറഞ്ഞു, ചില തിരിവുകളും കുഴപ്പങ്ങളും ഈ റിസോർട്ടിലുണ്ട്, അതുകൊണ്ട് മന്ത്രി പങ്കെടുക്കേണ്ടതില്ല എന്ന റിപ്പോർട്ട് കിട്ടിയതിനെ തുടർന്നാണ് മുഹമ്മദ് റിയാസ് ആ ചതിക്കുഴിയിൽ പോയി വീഴാത്തത്. പക്ഷേ ഈ സംസ്ഥാന കമ്മിറ്റി അംഗം അവിടെ ഒരു കാരണവർ റോളിൽ ഉണ്ടായിരുന്നതായും ഈ പാർട്ടിക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസ് മാത്രമല്ല, ഈ നേതാവിനെയും CPM സംശയിക്കുന്നു. ഈ നേതാവിനെ മാത്രമല്ല, ഒന്നടങ്കമുള്ള പാർട്ടി അണികളിൽ പലരും PV അൻവറിനൊപ്പമാണ്. പല നേതാക്കളും, പല യുവ തുർക്കികളും PV അൻവറിനൊപ്പമാണ്. ഇത് പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്നു. അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് വെള്ളിയാഴ്ച സാധാരണ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അടിയന്തരമായി ഇന്ന് ബുധനാഴ്ച ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകും. കാരണം എന്തുകൊണ്ടാണ് PV അൻവർ ഇത്ര കരുത്തനായത്? PV അൻവറിനെ ഒപ്പം നിർത്തണമോ തുപ്പിക്കളയണമോ? ഇതൊക്കെ ആയിരിക്കാം ഇന്നത്തെ പ്രധാന ചർച്ച. അവിടെയും മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകും. ഏതായാലും പോലീസിലെ 15 പേർ മാത്രമല്ല, CPMലെ ചില ഉന്നതരും PV അൻവറിനൊപ്പമുണ്ടെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.